മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, ഒരു ADGP, ഒരു SP, ഒരു MLA കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ച വിഷയമായിരിക്കുന്ന അല്ലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഇവരാണ്. അവർ എന്തിനാ ഈ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ അൻവർ MLA എന്ന് പറയാം. അൻവർ MLA, നിലമ്പൂർ MLA. നിലമ്പൂർ എന്ന നിയോജക മണ്ഡലത്തിലെ ചില പ്രത്യേകതകളുണ്ട്. ആ നിയോജക മണ്ഡലത്തില് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് ജയിച്ചു വന്ന ആളാണ് ജയിച്ചു വന്ന ആളാണ് അൻവർ. ആ നിലമ്പൂർ എന്ന് പറയുമ്പോഴത്തെ നിലമ്പൂർ ബാലന്റെ സ്ഥലം, നടൻ നിലമ്പൂർ ബാലൻ, അതുപോലെ തന്നെ നിലമ്പൂർ ഐഷ, കെ കുഞ്ഞാലി, 1957 പ്രഥമ MLA കെ കുഞ്ഞാലി, കേരള നിയമസഭയിൽ ആദ്യമായിട്ടൊരു MLA കൊല്ലപ്പെടുന്നത് കുഞ്ഞാലിയാണ്. അദ്ദേഹം നിലമ്പൂർ MLA ആണ്. അതിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല. സംഭവം അതല്ല. ADGPയും SPയും MLAയും സ്വർണ്ണ കള്ളക്കടത്ത്, ഇതൊക്കെയാണ് വിഷയം. ഈ സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ച് മുമ്പൊരിക്കൽ കേരളീയ ദൃശ്യം പറഞ്ഞതാണ്. അതിന്റെ ഉറവിടത്തെ കുറിച്ച്, അത് എവിടെ നിന്നാണ് വരുന്നത്, ഇവിടെ വന്നാൽ അത് എങ്ങോട്ടാണ് പോകുന്നത് എന്നെ കുറിച്ചൊക്കെ ഒരിക്കൽ പറഞ്ഞതാണ്. ദക്ഷിണാഫ്രിക്കയിലെ സ്വർണ്ണക്കനിയിൽ നിന്ന് തുടങ്ങണം. കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വേര് തേടി പോവുകയാണെങ്കിൽ ആ വേര് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ആ വേര് ചെന്നെത്തുന്നത് ദക്ഷിണാഫ്രിക്കയിലെ സ്വർണ്ണക്കനികളിലേക്കാണ്. അവിടെ ആധികാരികമായി അംഗീകൃത ഏജൻസികൾ സ്വർണം കുടിച്ചെടുക്കുമ്പോൾ അത് റായായിട്ടാണ് കിട്ടുന്നത്, അസംസ്കൃത സ്വർണമായിട്ടാണ് കിട്ടുന്നത്. ആ സ്വർണം അവിടുത്തെ ജോലിക്കാരുമായിട്ടുള്ള ഒരു ഇല്ലീഗൽ ബിസിനസ്, അതായത് നിയമപരമല്ലാത്ത ഒരു ബിസിനസ്, അത് അവിടുത്തെ തൊഴിലാളി ആ സ്വർണ്ണക്കനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുമായിട്ടുള്ള ഒരു ബന്ധം, ആ തൊഴിലാളികളെ പുറത്തെത്തിച്ചു കൊടുക്കുന്ന റായായിട്ടുള്ള അസംസ്കൃത വസ്തുവായിട്ടുള്ള സ്വർണം, ആ സ്വർണം അവിടെ നിന്ന് വില കൊടുത്ത് വാങ്ങിച്ച് അത് സൗദി അറേബ്യയിലെത്തുന്നു. അവിടെ നിന്ന് അത് എക്സ്ട്രാക്ട് ചെയ്ത് സ്വർണ്ണ കട്ടികളാക്കി ദുബായിലെത്തുന്നു. അവിടെ നിന്ന് ആ സ്വർണ്ണ ദക്ഷിണാഫ്രിക്ക തൊട്ടുള്ള ബന്ധം അത് കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്കുണ്ട്. ആ ബന്ധം അത് പോലീസ് ഓഫീസറായാലും രാഷ്ട്രീയ നേതാവായാലും മറ്റ് ബിസിനസ്സുകാരായാലും അവരുടെ ബന്ധം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തുടങ്ങുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ സൗദി അറേബ്യയിൽ വന്ന് സ്വർണമായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് സ്വർണ്ണമാക്കുന്നു. അവിടെ നിന്ന് ദുബായിൽ വന്ന് ആ സ്വർണ്ണക്കട്ടിയായിട്ട് ദുബായിൽ വന്ന് അവിടെ നിന്നാണ് കേരളത്തിലെ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത്. എത്രയോ പ്രാവശ്യം ഇതിനെക്കുറിച്ച് പല വിവാദങ്ങൾ ഉണ്ടായതാണ്. ഒരിക്കലും ഒരു കള്ളക്കടത്തുകാരൻ ഇവിടുത്തെ പോലീസിനെ, ഇവിടുത്തെ ഭരണ സംവിധാനത്തെ, കേരളത്തിലെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞ ദിവസം, പറഞ്ഞ സമയം, പറഞ്ഞ വിമാനത്തിൽ അയാളുടെ സ്വർണം വന്നു. കോഴിക്കോട് കർപ്പൂര് വിമാനത്താവളത്തിൽ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കാനായിട്ട് അയാൾ വെല്ലുവിളിച്ചു. പക്ഷേ അയാളുടെ സ്വർണം പിടിക്കാൻ കഴിഞ്ഞില്ല. ആ സ്വർണം വിമാനത്താവളത്തിന് പുറത്തു പോയി സുരക്ഷിതമായ എത്തിയതിനു ശേഷമാണ് അയാൾ വീണ്ടും പറഞ്ഞത്, എന്റെ സ്വർണം എന്റെ കൈകളിൽ എത്തിയിരിക്കുന്നു. ഇവിടുത്തെ ഒരു സംവിധാനത്തിനും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് ബന്ധമാണ് ആ സ്വർണ്ണ കള്ളക്കടത്തുകാർക്കുള്ളത്. പോലീസും കസ്റ്റംസും അതുപോലുള്ള സർക്കാരിന്റെ ഏജൻസികളെയൊക്കെ ഒതുക്കിക്കൊണ്ടാണ് ഇവിടെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നത്. പല കൊലപാതകങ്ങൾ നടക്കുന്നു. ആ കള്ളക്കടത്തിലുണ്ടായ ഭിന്നത, ആ ഭിന്നതയിൽ പല കൊലപാതകങ്ങളും കേരളത്തിൽ നടക്കുന്നു. ആ കള്ളക്കടത്തുകാർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ്
അതിലെ ഒരു കണ്ണിയെ ഒരാളെ മറ്റൊരു കള്ളക്കടത്തുകാര് തടവിലാക്കുകയും അയാളുടെ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയും ചെയ്തു. അയാളെ കൊല്ലുമെന്ന് അയാൾക്ക് ഭയമുണ്ടായിരുന്നു. ആ വിവരം അങ്ങേര് അയാൾ ഫോണിലൂടെ പറയുകയും ചെയ്തു. അയാളെ വിളിച്ച പോലീസ് സബ് ഇൻസ്പെക്ടറോടും ആ വിവരം പറഞ്ഞു. അപ്പോൾ അയാൾ നിരന്തരമായി അയാളുടെ ബോസുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ബോസിനോട് ആ ബോസ് ഏത് നിമിഷവും കൊല്ലാനുള്ള ഉത്തരവ് കൊടുക്കുമെന്ന് അയാൾക്കറിയാം. അയാളെ പിടിക്കുന്നതിന് വേണ്ടി കേരള പോലീസ് കിടന്ന് ശ്രമിച്ചിട്ടും അയാൾ എവിടെയാണെന്നോ അയാളെ ഫോണിലൂടെ അയാളെ ശബ്ദ സന്ദേശങ്ങൾ ഫോണിലൂടെ സംസാരിക്കുന്നത് കിട്ടിയിട്ടും അയാളെ പിടികൂടാൻ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസരം അയാളെ കൊന്ന് അയാളുടെ ശവമാണ് തെരുവിൽ നിന്നും പോലീസിന് കിട്ടിയത്. അത്രയധികം ശക്തമായ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക്സ് സംവിധാനങ്ങൾ കള്ളക്കടത്ത് സംഘത്തിനുണ്ട്. അവർക്ക് ആരെയും കൊല്ലാൻ കഴിയും. പലപ്പോഴും അതിന്റെ കായലായിട്ടുള്ള ജോലിക്കാരെ അവർ കൊന്നിട്ടുണ്ട്. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. ഇന്ന് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ സ്വർണ്ണ കള്ളക്കടത്തുകാരും റിയൽ എസ്റ്റേറ്റുകാരും അബ്കാരികളുമാണ് എന്ന വസ്തുത തുറന്നു പറഞ്ഞാൽ, അതൊരു സത്യം പറഞ്ഞാൽ മാനസിക സുഖമാണ് ലഭിക്കുക. ഇവിടെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി നിയുക്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഘടകകക്ഷികളായിട്ടുള്ള പാർട്ടി സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇത് പറയുമ്പോൾ ഇപ്പോൾ ഈ കള്ളക്കടത്തുമായി ബന്ധമുണ്ടെന്ന് പറയുന്ന പോലീസ് ഓഫീസർമാർ, ആ പോലീസ് ഓഫീസർമാരെ ഇവിടുത്തെ സർക്കാരിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തുറന്നു പറയുന്ന, പച്ചയ്ക്ക് പറയുന്നതാണ് സത്യം. ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. DGP ആണ് അന്വേഷണ സംഘത്തിന്റെ തലവൻ. അതില് ADGPക്ക് കീഴിൽ ജോലി ചെയ്യുന്നവർ വരെ ആ അന്വേഷണ സംഘത്തിലുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒരു ADGPയുടെ കുറിച്ചുള്ള ആരോപണം അന്വേഷിക്കുക? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള ആരോപണങ്ങൾ എങ്ങനെ അന്വേഷിക്കാൻ പറ്റും? ഈ ആരോപണം മുന്നോട്ട് പറഞ്ഞത് പ്രതിപക്ഷ MLA അല്ല, ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA ആയ അൻവറാണ്. അൻവറിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നുള്ള ആക്ഷേപം മറുഭാഗത്തുണ്ട്. അതങ്ങനെ നിൽക്കട്ടെ, അതൊന്നും നമ്മൾ അന്വേഷിക്കുക, അതങ്ങനെ നിന്നുകൊട്ടെ, അത് അന്വേഷിക്കുക ഒക്കെ ചെയ്യട്ടെ. ഇവിടെ വിഷയം അതല്ല. ഇവിടെ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടത് ADGPയെ സസ്പെൻഡ് ചെയ്യുന്നു, സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള ഒരു SP യെ സസ്പെൻഡ് ചെയ്യുന്നു. ADGPയുടെ പേര് അജിത് കുമാർ എന്നാണ്, SP-യുടെ പേര് സുരേന്ദ്രദാസ് എന്നാണ്. അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് മാറ്റി നിർത്തണമെന്ന് DGP ശുപാർശ ചെയ്തതായിട്ടാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാലും ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അതാത് സ്ഥലത്ത് നിലനിർത്തിക്കൊണ്ടാണ് SP-യെ തരംമാറ്റിയെന്ന് തോന്നുന്നു. അവരെ പേരിലൊന്നും അല്ലെങ്കിൽ അവരെ പുറത്ത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം ഒന്നുമല്ല നടക്കുന്നത്. അവരെ അതാത് സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. അതിന് കാരണമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത് പോലീസിന്റെ വീര്യം കെടുത്തിയാൽ അത് ഭരണത്തിലെ ദോഷം ചെയ്യും. ഇതിപ്പോൾ 2024 വന്ന വസ്തുത വന്നപ്പോഴാണ് പറഞ്ഞത്. ഇപ്പൊ വീണ്ടും പറയുന്നു. ഇത് പ്രഥമ മന്ത്രിസഭയിൽ 1957 മന്ത്രിസഭയിൽ ആ മന്ത്രിസഭ 1958 ജൂലൈയിൽ കൊല്ലത്ത് ചന്ദനത്തോപ്പിൽ വെടിവെപ്പ് നടക്കുന്നു. ആ വെടിവെപ്പ് നടന്നത് ലോക്കൌട്ട് കശുവണ്ടി തൊഴിലാളികൾക്ക് നേരെയാണ്. ചന്ദനത്തോപ്പിലെ കശുവണ്ടി ഫാക്ടറി ലോക്കൌട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ ലോക്കൌട്ട് ചെയ്ത ഫാക്ടറിയിൽ നിന്നും അതിന്റെ ഗോഡൌണിൽ നിന്നും ടിന്നുകളിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പ് അത് രഹസ്യമായി അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു മുതലാളിയും
ആ മുതലാളിയോടൊപ്പം നിൽക്കുന്ന ചില ട്രേഡ് യൂണിയൻ നേതാക്കൾ, അത് RSPയുടെ തൊഴിലാളി സംഘടനയായ UTUCയുടെ നേതൃത്വത്തിലുള്ള കശുവണ്ടി തൊഴിലാളികൾ അത് തടഞ്ഞു. ആ തടഞ്ഞപ്പോഴത്തേന് ആ തൊഴിലാളികളെ മാറ്റി നിർത്തിക്കൊണ്ട് കശുവണ്ടിപ്പരിപ്പ് കൊണ്ടുപോകാനുള്ള ശ്രമം വീണ്ടും തുടരുന്നു. വളരെ ശക്തമായ കശുവണ്ടി തൊഴിലാളികൾ അത് തടഞ്ഞു വെച്ചു. അത് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ അവിടെ അടികലശമുണ്ടായി. അവസാനം അത് കൊണ്ടുപോകണമെന്നുള്ള ഉന്നതമായ ചില തീരുമാനത്തിന്റെ ഭാഗമായിട്ട്, ആ കശുവണ്ടിപ്പരിപ്പ് കൊണ്ടുപോകണമെന്നതിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് പോലീസ് വെടിവെക്കുന്നു. അതിൽ UTUC വിഭാഗത്തിൽപ്പെട്ട 2 തൊഴിലാളികൾ, സുലൈമാൻ എന്നും രാമൻ എന്നും പേരുള്ള 2 തൊഴിലാളികൾ മരിച്ചു വീഴുന്നു. അതാണ് ചന്ദനത്തോപ്പ് വെടിവെപ്പ്. ഈ വെടിവെപ്പ് നടക്കുമ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള സംസ്ഥാന കൗൺസിൽ യോഗം തിരുവനന്തപുരത്ത് നടക്കുകയായിരുന്നു. ആ കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം, ഈ ചന്ദനത്തോപ്പ് വെടിവെപ്പിന്റെ വിവരം അറിഞ്ഞപ്പോൾ മറ്റെല്ലാ അജണ്ടകളും മാറ്റിവെച്ചിട്ട് സംസ്ഥാന കൗൺസിൽ വെടിവെപ്പിനെ കുറിച്ച് ചർച്ച ചെയ്തു. ആ സംസ്ഥാന കൗൺസിലിൽ രൂക്ഷമായ അഭിപ്രായ ഭിന്നതയുണ്ട്. വെടിവെപ്പിനെ അപലപിച്ച് സംസാരിക്കണമെന്ന് ഒരു വിഭാഗവും, അത് പോലീസിന്റെ വീര്യം കെടുത്തലാവും, അതുകൊണ്ട് ആ വെടിവെപ്പിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് മറിയഭാഗവും. ആ രൂക്ഷമായ അഭിപ്രായ ഭിന്നതയിൽ വോട്ടിങ്ങിനിട്ടപ്പോൾ വെടിവെപ്പിനെ ന്യായീകരിക്കണമെന്നുള്ള അഭിപ്രായത്തിലാണ് മുൻതൂക്കം കിട്ടിയത്. അങ്ങനെ ആ വെടിവെപ്പിനെ ന്യായീകരിച്ച് കൊല്ലത്ത് സംസാരിക്കുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചത് മാർക്സിയൻ ചിന്തകനും എഴുത്തുകാരനും സർവോപരി പ്രാസംഗികനുമായ ശ്രീ K. ദാമോദരനെയാണ്. ആ K. ദാമോദരൻ പറഞ്ഞ് എനിക്ക് പ്രസംഗിക്കാൻ, എനിക്ക് തൊഴിലാളി വിരുദ്ധ പ്രസംഗം നടത്താൻ പറ്റത്തില്ല, പോലീസിന്റെ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അവസാനം സംസ്ഥാന കൗൺസിലിന്റെ തീരുമാന രേഖാമൂലം അദ്ദേഹത്തെ അറിയിച്ചു. അങ്ങനെയാണ് കൊല്ലത്ത് വന്നിട്ട് അദ്ദേഹം 1.5 മണിക്കൂർ കൊല്ലത്ത് സംഘടിപ്പിച്ച യോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. കൊല്ലത്ത് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ ഞാൻ പോയി 1.5 മണിക്കൂർ പ്രസംഗിച്ചു. അത് തീരെ ഇല്ലാത്തതായിരുന്നു. 2 തൊഴിലാളികളുടെ മരണത്തിന് ഉത്തരവാദിത്വം വഹിക്കേണ്ടത് അവരെ വെടിവെച്ചു കൊന്ന പോലീസ് അല്ലെന്നും പണിമുടക്കിലേക്ക് നയിച്ച RSPയാണെന്നും ഞാൻ തട്ടിവിട്ടു. എന്തുകൊണ്ടാണ് ഈ തൊഴിലാളികളെ തങ്ങൾ വെടിവെച്ച് കൊല്ലിച്ചതെന്ന് പരസ്യമായി വിശദീകരിക്കാൻ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. പണിമുടക്കിന് നേതൃത്വം കൊടുത്തവരുടെ മേൽ ഞാൻ കപടമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. പൊതുയോഗത്തിൽ പ്രസംഗിച്ചതിന് ശേഷം രാത്രി വീട്ടിൽ മടങ്ങിയെത്തി എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ അസ്വസ്ഥനായിരുന്നു. പിറ്റെന്നും ഒന്നിരിക്കുന്ന യോഗങ്ങളിൽ പ്രസംഗിക്കാൻ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന കൗൺസിൽ നിർദ്ദേശം വന്നു. ഞാൻ സാധ്യമല്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു. ഇത് K. ദാമോദരന്റെ ജീവചരിത്രത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. ആ വെടിവെപ്പിന് ശേഷം RSPയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ജാഥ നടന്നു, മാർച്ച് നടന്നു. ആ മാർച്ച് ചെന്നെത്തിയത് അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന TB തോമസിന്റെ ഔദ്യോഗിക വീട്ടിലേക്കാണ്. അവിടെ ഗേറ്റിൽ നിന്ന് പോലീസുകാരെ തള്ളി മാറ്റിക്കൊണ്ട് ആ ജാഥ തൊഴിൽ വകുപ്പ് മന്ത്രി TB തോമസിന്റെ ഔദ്യോഗിക വസതിയുടെ മുറ്റത്തെത്തി. അന്ന് അവരെ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്: 2 എണ്ണം കൊണ്ടായില്ല, വരുന്നു ഞങ്ങൾ ആയിരങ്ങൾ, ചോര കൊതിയ തോമാച്ച, ധൈര്യമുണ്ടെങ്കിൽ വെടിവെക്കൂ, പുന്നപ്രഭയിലും വയലാറിലും പിടഞ്ഞ് വീണ സഖാക്കളുടെ ചോര നാളെ നിന്റെ ബംഗ്ലാവിന്റെ മുന്നിൽ ഒഴുകും, തോമാച്ച സൂചിച്ചു. ഈ മുദ്രാവാക്യം കേട്ടുകൊണ്ട് തൊഴിൽ വകുപ്പ് മന്ത്രി പുന്നപ്ര വയലാറിലെ സമരനായകൻ ശ്രീ TB തോമസ്
ഔദ്യോഗിക ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി വന്ന് മുറ്റത്ത് ആ മുദ്രാവാക്യം കേട്ടുകൊണ്ട് നിശബ്ദനായി നിന്നു. ഇതിപ്പോൾ എടുത്തു പറയാനുണ്ടായ ഒരു കാര്യം, അന്നത്തെ ആർഎസ്പിയുടെ മറ്റൊരു നേതാവ് കെ ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പത്രമായ കൗമുദിയിൽ അദ്ദേഹം എഴുതി. അദ്ദേഹം എഴുതി. അതുപോലുള്ള ഒരു സന്ദർഭമാണ് ഇവിടെ ഇപ്പോൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം വന്നിരിക്കുന്നത്. ADGPയുടെയും SP-യുടെയും പേരിൽ നടപടി സ്വീകരിച്ച് അവരെ സസ്പെൻഡ് ചെയ്താൽ പോലീസിന്റെ വീര്യം കെട്ടുപോകും. അതുകൊണ്ട് അത് ചെയ്യുന്നില്ല, അത് ചെയ്യണ്ട എന്നാണ് CPIM-ന്റെയും CPI-യുടെ എതിര് അഭിപ്രായം ഉണ്ട് എങ്കിൽ തന്നെയും ഒരു മേജർ പാർട്ടി എന്ന നിലയിൽ CPIM-ന്റെ തീരുമാനം CPIക്ക് അംഗീകരിക്കേണ്ടി വന്നു. അവരോടൊപ്പം നിൽക്കുന്ന എതിർ പാർട്ടികളായ ഘടകകക്ഷികൾക്കും അത് അംഗീകരിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും സസ്പെൻഡ് ചെയ്യാൻ ആദ്യം ഒരു തീരുമാനം ഉണ്ടായിരുന്നുവെങ്കിലും ആ തീരുമാനം പിൻവലിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം അത് പോലീസിന്റെ വീര്യം നഷ്ടപ്പെടുത്തലാവും. അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനമായി. ആ അന്വേഷണത്തിന്റെ ചുമതലയുള്ള ആ അന്വേഷണ സംഘത്തിന്റെ ചുമതലക്കാരൻ DGP ആണെങ്കിലും അതിലെ ചില അംഗങ്ങൾ ADGPക്ക് കീഴിൽ ജോലി ചെയ്യുന്നവരാണ്, SP അടക്കമുള്ളവർ എന്നുകൂടി ഈ അവസരത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പത്രാധിപരുടെ പ്രതികരണം എന്ന നിലയിൽ ഞാൻ പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം.